ചാക്കോച്ച രാത്രിത്തേക്ക് എന്താ ചോറ് മതിയോ? ചോറുണ്ട് അവിടെ. എടി നീ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ചോറ് വേണ്ട, ചോറ് രാത്രി കഴിച്ചാൽ ശരിയാവുന്നില്ല. നീ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. എന്റെ ചാക്കോച്ച പണിയെടുക്കണ്ടേ? അതിന് കുഴപ്പമൊന്നുമില്ല, രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. എടി ഈ കുറിയിലെ കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം ഇതിൽ കിടന്ന 1 ലക്ഷം നീ എന്ത് ചെയ്തത്? അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്. ഇൻവെസ്റ്റ് ചെയ്തെന്നാ? എവിടെ ഇൻവെസ്റ്റ് ചെയ്തു? പള്ളിയില്. പള്ളിയിലാ? പള്ളി പോലില്ലേ? പള്ളിയില് അച്ഛൻ പറഞ്ഞല്ല എന്തെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ശവക്കല്ലറ നമുക്ക് കല്ലറ വേണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. വട്ടുണ്ട്. നമ്മൾ ഇപ്പോഴെന്തിനാണ് ഈ ശവക്കല്ലറയൊക്കെ ബുക്ക് ചെയ്യണേ? അങ്ങനെയല്ല, കുടുംബക്കല്ലറ നേരത്തെ ബുക്ക് ചെയ്യണന് വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ വില കൂടി പോയാലോ? നമുക്കറിയാം. ഇപ്പൊ നിങ്ങ മരിച്ചെന്ന് വിചാരിച്ചോ? നിങ്ങ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ അമ്മ വെക്കുന്ന സമയത്ത് ഇപ്പറ ഒരു ജോർജ് കുട്ടിയച്ഛൻ, ഇപ്പറ ഒരു വർക്കിച്ചേട്ടൻ, അതിന്റെ നടുക്ക് നിങ്ങളെ കടത്തി എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാം. അല്ലാതെ നിങ്ങള് പിന്നെ വല്ല മേഴ്സിയുടെ അടുത്തോ അല്ലെങ്കിൽ വല്ല മേരിക്കുട്ടിയുടെ നടക്കുന്ന എനിക്ക് സമാധാനത്തോടെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ നേരത്തെ അത് ബുക്ക് ചെയ്ത്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം വേണ്ടേ? സമാധാനത്തിൽ നിൽക്കാൻ വേണ്ടിട്ടാ ഞാനത് നേരത്തെ ബുക്ക് ചെയ്ത്. പിന്നെ പെണ്ണുങ്ങളെല്ലാം ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ശൃംഗരിച്ച് നിൽക്കുന്നതിനാകട്ടെ നല്ല വല്ല വർക്കിച്ചേട്ടന്റെയോ തോമസ് കുട്ടിന്റെ എല്ലാം ഇടയിൽ കിടന്നതിന് അത്ര പ്രശ്നമില്ല. മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സമാധാനം, നിങ്ങളെ സ്വഭാവം അനുസരിച്ചിട്ടേ. ഇപ്പൊ എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാലെങ്കിൽ സമാധാനം കിട്ടണ്ടേ? മരിച്ചാലെങ്കിലും സമാധാനത്തില് കിടക്കാൻ സമ്മതിക്കില്ലല്ലോ നീ.